ഫാമിലി ഇഷ്യൂ ആയിട്ട് വരുന്ന ആളുകളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഭാര്യയും ഉമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആരെയാണ് അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആകെ കുടുങ്ങിപ്പോവാണ് എന്നൊക്കെയുള്ള രീതിക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ട ആളാണ് ഉമ്മയായാലും ഭാര്യ ആയാലും. പക്ഷെ നമ്മളവിടെ ഒരാൾ കൂടെ നിന്നാൽ അവിടെ എന്തായാലും ഒരു പ്രശ്നമാവും. അപ്പോൾ നമുക്ക് ഭാര്യയെടുത്ത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ സംസാരിക്കാം എന്നുള്ള രീതിക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഭാര്യേനെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് ഉമ്മയോട് സംസാരിച്ച് ഉമ്മയ്ക്ക് കുറച്ച് സപ്പോർട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പോയിട്ട് ഭാര്യേനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്തുകൊണ്ട് നമ്മൾ അവിടെ പോയി എന്നുള്ളതും, അതൊരു ഉമ്മയാണ്, നമ്മുടെ ഉമ്മയല്ലേ എന്നുള്ള രീതിക്ക് പറഞ്ഞ് ഭാര്യേനെ മനസ്സിലാക്കാം. അതല്ലാണ്ട് ഇവർ ഒരു സൈഡ് പിടിച്ചാൽ അവിടെ എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്തുള്ളൂ എന്നുള്ളവർക്ക് ഓപ്പോസിറ്റുള്ള ആൾ കുറച്ചും കൂടെ വിഷമിക്കാനുള്ള ഒരു കാരണമാവും. അപ്പം രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ ആദ്യം നമ്മളെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ സമയത്ത് ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് വേണം എന്നല്ല, പക്ഷെ നമ്മൾ ഭാര്യനോട് പറയാം, ഇപ്പം എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ ഭാര്യനെ പറഞ്ഞയച്ചിട്ട് ഉമ്മയുടെ അടുത്ത് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം ഭാര്യയുടെ അടുത്തും സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണെന്നില്ല, പക്ഷേ യൂഷ്വലി ഇത് ആളുകൾക്ക് ഓക്കെ ആവാറുണ്ട്.